ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചിട്ടുണ്ട്. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? ദ ടോട്ടൽ എനർജി ഓഫ് എ ബോഡി ഓർ എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ലേ? ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ അവിടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജിയാണ് നിങ്ങൾ കൺസിഡർ ചെയ്തത്. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഇസ് എ കോൺസ്റ്റന്റ് ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി, ഫോർ എ സ്പ്രിങ്, ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഫ്ലൂയിഡ്സിനെ സംബന്ധിച്ചിടത്തോളം ദർ ആർ 3 ടൈപ്സ് ഓഫ് എനർജി. അതൊക്കെയായിരിക്കും, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വെലോസിറ്റി ഉണ്ട്, അതുപോലെ കൈനറ്റിക് എനർജി ഉണ്ട്. ഇനി അത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് കുറച്ച് ഉയരത്തിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പൊസിഷൻ മൂലം പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇത് കൂടാതെ മൂന്നാമതൊരു എനർജി കൂടിയുണ്ട്, ദറ്റ് ഈസ് കോൾഡ് പ്രഷർ എനർജി. ഇപ്പോൾ ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിലുള്ള ഫ്ലൂയിഡിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ വിസ്കസ് ഫോഴ്സ് കുറഞ്ഞ ഫ്ലൂയിഡ്സിനുമാണ് നമ്മൾ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുക. അപ്പോൾ അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം, ഫോർ എ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ the total energy remains constant throughout the flow if it is flowing without any friction. ഇപ്പോൾ ലിക്വിഡ് ലെയറുകൾക്കിടയ്ക്കുള്ള ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു ഫ്ലൂയിഡിൽ എന്ന് പറഞ്ഞാൽ വിസ്കസ് ഫോഴ്സ് വളരെ കുറഞ്ഞൊരു ഫ്ലൂയിഡിൽ ആ ഫ്ലോ സ്ട്രീം ലൈനിലാണെങ്കിൽ ആ ഫ്ലോയുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എല്ലാ പോയിന്റിലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് ബെർണോളിസ് തിയറം. ടോട്ടൽ എനർജി മീൻസ് ദ സം ഓഫ് potential energy, kinetic energy and pressure energy. So sum of pressure energy, kinetic energy and potential energy at section A will be equal to the sum of kinetic energy, potential energy and pressure energy in the section B. ഇതാണ് ബെർണോളിസ് തിയറം. ഇൻഡിവിജ്വലായിട്ട് നമ്മൾ നോക്കുമ്പോൾ, ഓരോ എനർജിയും നോക്കുമ്പോൾ കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് ഉണ്ടാകാം. ഇപ്പോൾ ഇവിടെ ഒരു പൈപ്പിലുള്ള ലിക്വിഡിൻ്റെ ഫ്ലോ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഏരിയ കൂടുതലുള്ളിടത്ത് വെലോസിറ്റി കുറവാണ്, ഏരിയ കുറവുള്ള പോർഷനിൽ വെലോസിറ്റി കൂടുതലാണ് സ്ട്രീം ലൈൻ ഫ്ലോയിൽ. അപ്പോൾ ഈ വെലോസിറ്റി കൂടുതലുള്ളിടത്ത് കൈനറ്റിക് എനർജി കൂടുതലും, അത് സെക്ഷൻ ബിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി കുറയുന്നതായിട്ടും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൈറ്റ് ഡിഫറൻസ് ഉള്ളപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയിലും ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ടുള്ള എനർജീസിൽ ചേഞ്ച് ഉണ്ടാകാം, പക്ഷെ ദ ടോട്ടൽ എനർജി, സം ഓഫ് 3 എനർജീസ് വിൽ ബി എ കോൺസ്റ്റന്റ് അറ്റ് എവറി പോയിന്റ്. ഇതാണ് ബെർണോളിസ് തിയറം. അപ്പോൾ ഈ ബെർണോളിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശരിക്കും പഠിക്കണം. ബെർണോളിസ് തിയറം എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? ബെർണോളിസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ദ ടോട്ടൽ എനർജി ഓഫ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് വിത്തൗട്ട് എനി ഫ്രിക്ഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് ഫ്ലോ. ഇതാണ് ബെർണോളിസ് തിയറം. ഇനി അടുത്തതായിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യണം. ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് വർക്ക് എനർജി തിയറം യൂസ് ചെയ്തിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ലെറ്റസ് കൺസിഡർ എ ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ്. അപ്പോൾ ഈ ഫ്ലൂയിഡ് സ്ട്രീം ലൈനിലായിരിക്കണം, വിസ്കസ് ഫോഴ്സ് കുറഞ്ഞ ഫ്ലൂയിഡ് ആയിരിക്കണം, അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഫ്ലൂയിഡ് ഒരു പൈപ്പിൽ കൂടി, പൈപ്പിൻ്റെ ഏരിയ വേരിയിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള പൈപ്പാണ്, അങ്ങനെയുള്ള ഒരു പൈപ്പിൽ കൂടി ഫ്ലോ ചെയ്യുന്നതായിട്ട് കരുതുക. ഇവിടെ സെക്ഷൻ എയിൽ ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 എന്നും സെക്ഷൻ ബിയിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 എന്നും വിചാരിക്കുക. അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോയിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അനുസരിച്ച് ഏരിയ കുറവുള്ളിടത്ത് വെലോസിറ്റി കൂടുതലും, ഏരിയ കൂടുതലുള്ള പോർഷനിൽ വെലോസിറ്റി കുറവുമാണ് എന്ന് നമുക്കറിയാം. ഇവിടുത്തെ വെലോസിറ്റി V1 എന്നും ഇവിടെ വെലോസിറ്റി V2 എന്നും കൺസിഡർ ചെയ്യുക. V1 ഈസ് ഗ്രേറ്റർ ദാൻ V2. അതുപോലെ സെക്ഷൻ എയിലെ ലിക്വിഡിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് പൈപ്പിൻ്റെ സെൻറ്റർ വരെയുള്ള ഹൈറ്റ് H1 എന്നും സെക്ഷൻ ബിയിലെ ഹൈറ്റ് H2 എന്നും കൺസിഡർ ചെയ്യുക. അതുപോലെ സെക്ഷൻ എയിലെ പ്രഷർ P1 എന്നും സെക്ഷൻ ബിയിലെ പ്രഷർ P2 എന്നും ഒക്കെ നമുക്ക് എടുക്കാം. ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ തിയറം നമ്മൾ പ്രൂവ് ചെയ്യുന്ന വർക്ക് എനർജി പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സെക്ഷൻ എയിൽ പ്രഷർ P1 എന്ന് പറഞ്ഞു. ഈ പ്രഷർ ആക്ട് ചെയ്യുന്നത് പുറത്തേക്കാണ്, ഫ്ലൂയിഡിന് താഴേക്ക് ഒഴുകാനാണ് ടെൻഡൻസി. പക്ഷെ ഇവിടുന്ന് ഹൈറ്റ് കൂടിയൊരു പോർഷനിലേക്ക് ഈ ഫ്ലൂയിഡിനെ നമ്മൾ ഫ്ലോ ചെയ്യിക്കണമെങ്കിൽ ഇവിടെയുള്ള പ്രഷറിനെതിരെ വർക്ക് ചെയ്യണം.
അപ്പം അങ്ങനെ ഫ്ലൂയിഡിൻ്റെ പ്രഷറിനെതിരെ എക്സ്റ്റേണലായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്ക് in order to make flow the fluid from section A to section B, what is the work done on the fluid at section A? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കാണാനായിട്ട് നമുക്ക് വർക്കിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നറിയാം. ഫോഴ്സിന് പകരം പ്രഷറിൻ്റെയും ഏരിയയുടെയും ടേംസിൽ എഴുതിയാൽ you will get F is equal to P1 into A1, where A1 is area of cross section at a section A. പ്രഷർ ഇൻറ്റു ഏരിയ ആണ് ഫോഴ്സ് അല്ലേ. അപ്പോൾ P1 ഇൻറ്റു A1 ഇൻറ്റു DX എന്ന് കിട്ടും വർക്കിനുള്ള ഇക്വേഷൻ. ഇനി ഇവിടെ A1 ഇൻറ്റു DX എന്താണെന്ന് നോക്കിയേ. A1 എന്ന് പറയുന്നത് ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, DX എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മൂവ്ഡാണ്. അപ്പോൾ ഏരിയയെ ഈ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ പൈപ്പിൻ്റെ ഈ പോർഷനിലെ വോളിയം, അത് നമുക്ക് ക്യാപിറ്റൽ V1 എന്നെടുക്കാം. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ ലിക്വിഡ് അറ്റ് സെക്ഷൻ എ എഗനിസ്റ്റ് ദ പ്രഷർ ഈസ് P1 ഇൻറ്റു V1. ഇനി ഈ ഇത്രയും പോർഷനിലുള്ള V1 വോളിയത്തിലുള്ള ലിക്വിഡിൻ്റെ മാസ് സ്മോൾ m ആണെങ്കിൽ നമ്മൾ യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡിൽ ചെയ്യുന്ന വർക്ക് എങ്ങനെ കാണും? വർക്ക് ഡൺ പെർ യൂണിറ്റ് മാസ് കിട്ടാൻ ഈ വർക്കിനെ ആ ലിക്വിഡിൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇറ്റ് ഈസ് P1 V1 ഡിവൈഡഡ് ബൈ m എന്ന് എഴുതാം. ഇതിനെ നമുക്ക് ഈ V1 ബൈ എമ്മിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയാൽ റെസിപ്രോക്കൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യമായിട്ട് വരും. അപ്പോൾ ഇതിനെ P1 ബൈ m ബൈ V1 എന്നെഴുതാം. ഇതാണ് വർക്ക് ഡൺ ഓൺ യൂണിറ്റ് മാസ് ഓഫ് ദ ലിക്വിഡ്. m ബൈ v എന്നുള്ളത് മാസ് ബൈ വോളിയം ഡെൻസിറ്റി ആണ്, അതിന് നമുക്ക് P1 ബൈ റോ എന്നും എഴുതാം. സോ ദ ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ ഓൺ ദ ലിക്വിഡ് അറ്റ് സെക്ഷൻ എ ടു മേക്ക് ഇറ്റ് ഫ്ലോ ഫ്രം എ ടു ബി ഈസ് P1 ബൈ റോ. ദിസ് ഈസ് വർക്ക് ഡൺ പെർ യൂണിറ്റ് മാസ് ഓഫ് ദ ലിക്വിഡ്. ഇത് നിങ്ങൾ ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി, സൈഡിൽ എഴുതി വെക്കാം. പക്ഷെ ഇക്വേഷൻ എഴുതുന്നതിൻ്റെ കൂടെ എഴുതണം എന്നില്ല. അപ്പോൾ ഈ ഒരു പോർഷൻ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ്. ഇപ്പോൾ സെക്ഷൻ എയിൽ P1 എന്ന പ്രഷറിനെതിരെ ലിക്വിഡിന്മേൽ ചെയ്യുന്ന വർക്കിനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. വർക്ക് ഡൺ ഓൺ യൂണിറ്റ് മാസ് ഓഫ് ദ ലിക്വിഡ് അറ്റ് സെക്ഷൻ എ, അതാണ് P1 ബൈ റോ. ഇതുപോലെ തന്നെ സെക്ഷൻ ബിയിൽ ചെല്ലുമ്പോൾ സെക്ഷൻ ബിയിലെ പ്രഷർ P2 എന്ന് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. ഇവിടെ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഔട്ട്വേഡ് ആണ്. അപ്പോൾ ഈ P2 പ്രഷർ മൂലം ലിക്വിഡ് പുറത്തേക്ക് ഫ്ലോ ചെയ്തുകൊള്ളൂ. ഇപ്പോൾ സെക്ഷൻ ബിയിലെത്തുമ്പോൾ യൂണിറ്റ് മാസിൽ ചെയ്യുന്ന ലിക്വിഡിൽ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് P2 ബൈ റോ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സെക്ഷൻ എയിൽ ലിക്വിഡിന്മേലാണ് വർക്ക് ചെയ്യുക പ്രഷറിനെതിരെ. ഇവിടെ സെക്ഷൻ ബിയിലെത്തുമ്പോൾ ലിക്വിഡിൻ്റെ പ്രഷർ തനിയെ ലിക്വിഡാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡിന്മേൽ ചെയ്യുന്ന വർക്ക് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താൽ ലിക്വിഡ് ചെയ്യുന്ന വർക്ക് നെഗറ്റീവായിട്ടാണ് എടുക്കുക. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ ബൈ ദ ലിക്വിഡ് നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം, വർക്ക് ഡൺ ഓൺ ദ ലിക്വിഡ് പോസിറ്റീവ്. സോ വാട്ട് ഈസ് ദ നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ലിക്വിഡ് ഇൻ ഫ്ലോവിങ് ഇറ്റ് ഫ്രം എ ടു ബി? ദാറ്റ് വിൽ ബി ദ സം ഓഫ് P1 by rho and minus P2 by rho. So we can write net work done is equal to P1 by rho minus P2 by rho. അപ്പോൾ ഈ ഒരു വർക്ക് മൂലം, ഈ ലിക്വിഡിന്മേൽ ചെയ്യുന്ന വർക്ക് മൂലം ഈ ലിക്വിഡിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയിലും കൈനറ്റിക് എനർജിയിലും ഒക്കെയാണ് ചേഞ്ച് ഉണ്ടാകും. നമ്മൾ പറഞ്ഞു സെക്ഷൻ എയിലെ ലിക്വിഡിൻ്റെ വെലോസിറ്റി V1 എന്നും സെക്ഷൻ ബിയിലെ വെലോസിറ്റി V2 എന്നുമാണ് എടുത്തത്. അപ്പോൾ സെക്ഷൻ എയിലെ ലിക്വിഡിൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് mv1² എന്ന് എടുക്കാം. സെക്ഷൻ ബിയിൽ അത് ഹാഫ് mv2² എന്നും എടുക്കാം. സെക്ഷൻ എയിൽ വെലോസിറ്റി കൂടുതലാണ്, കൈനറ്റിക് എനർജി കൂടുതൽ സെക്ഷൻ എയിലാണ്. ബിയിലെത്തുമ്പോൾ കൈനറ്റിക് എനർജി കുറയുന്നു. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എയിലെ കൈനറ്റിക് എനർജി മൈനസ് ബിയിലെ കൈനറ്റിക് എനർജിയാണ്. ഇവിടെ നമ്മൾ യൂണിറ്റ് മാസിൻ്റെ കൈനറ്റിക് എനർജി എടുത്താൽ m കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹാഫ് v1² എന്നും ഹാഫ് v2² എന്നും ആകും ഇക്വേഷൻ. അപ്പോൾ അതിൽ നമുക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ എഴുതാം. പെർ യൂണിറ്റ് മാസ് ഓഫ് ദ ലിക്വിഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് v2² മൈനസ് ഹാഫ് v1². അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി H1 ഉയരത്തിലുള്ള പൊട്ടൻഷ്യൽ എനർജി mgh1, H2 ഉയരത്തിലത് mgh2.
ഇപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പം MgH2 മൈനസ് MgH1 എന്ന് പറയും. ഇവിടെ നമ്മൾ യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ 1 എന്ന് കൊടുത്താൽ GH2 മൈനസ് GH1 എന്ന് കിട്ടും. സോ ദ ഇക്വേഷൻ ഫോർ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് GH2 മൈനസ് GH1. ഇപ്പോൾ നമുക്ക് വർക്കിൻ്റെ വാല്യൂവിനുള്ള ഇക്വേഷൻ കിട്ടി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയും കിട്ടി. ഇനി ഇത് നമ്മൾ വർക്ക് എനർജി തിയറത്തിൽ അപ്ലൈ ചെയ്യും. എന്താ വർക്ക് എനർജി തിയറം? അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, the net work done is equal to change in kinetic energy plus change in potential energy എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വർക്കിൻ്റെ ചാപ്റ്ററിൽ നെറ്റ് വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അവിടെ അതിന് കാരണം പൊട്ടൻഷ്യൽ എനർജി 2 പോയിന്റിലും സെയിം ആണ്, ഒരേ ലെവലിലാണ് അവിടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. ഒരേ സർഫസിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ 2 ഡിഫറെൻറ്റ് പോയിന്റ്സിലെ പൊട്ടൻഷ്യൽ എനർജി സെയിം ആയിട്ട് വരും. അവിടെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ നമ്മൾ വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പഠിക്കാം. യഥാർത്ഥത്തിൽ വർക്ക് എനർജി തിയറം അനുസരിച്ച് നെറ്റ് വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഇക്വേഷൻ P1/ρ മൈനസ് P2/ρ ഇസ് ഈക്വൽ ടു ഹാഫ് V2² മൈനസ് ഹാഫ് V1² ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് GH2 മൈനസ് GH1 ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ കിട്ടും. ഇനി ഇതിനകത്ത് V1 H1 ഇങ്ങനെയുള്ള ടേംസ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അതുപോലെ P2/ρ എന്നുള്ള ടേം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. Then we'll get P1/ρ plus half V1² plus GH1 equal to P2/ρ plus half V2² plus GH2. ഇനി ഇവിടെ ഇതെല്ലാം 1 എന്നുള്ള ടേംസ് ആണ്, അതായത് സെക്ഷൻ എയിലെ ടേംസ് ആണ്. ഹാഫ് V1² എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് അറ്റ് സെക്ഷൻ എ, GH1 പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് അറ്റ് സെക്ഷൻ എ. അതുപോലെ P1/ρ ഈസ് പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് അറ്റ് സെക്ഷൻ എ ആണ്. അതുപോലെ സെക്ഷൻ ബിയിലെ എനർജീസ് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, പ്രഷർ എനർജി ഇവയാണ് ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ടേംസ്. സോ വി ക്യാൻ സേ ദാറ്റ് പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് സെക്ഷൻ എ equal to pressure energy plus kinetic energy plus potential energy at section B, or total energy at section A is equal to total energy at section B. That means total energy is a constant at every point, and this is Bernoulli's theorem. So we have proved Bernoulli's theorem. Proof ചോദിക്കാറുണ്ട്. Bernoulli's theoremത്തിന്റെ സ്റ്റേറ്റ്മെന്റും പ്രൂഫും നിങ്ങൾ എഴുതി പഠിക്കണം. അടുത്തായിട്ട് ബെർണോളിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസിലേക്കാണ് നമ്മൾ വരുന്നത്. അതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷനായിട്ട് ആറ്റോമൈസർ എന്ന ഡിവൈസാണ് നമ്മൾ പഠിക്കുക. ആറ്റോമൈസർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ്സിനെയൊക്കെ സ്പ്രേ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. പെർഫ്യൂമൊക്കെ സ്പ്രേ ചെയ്യാനായിട്ട് നിങ്ങളിത് യൂസ് ചെയ്യാറുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, ഈ ഇതിൻ്റെ ടോപ്പിൽ പിടിച്ച് പയ്യെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഈ ഫ്ലൂയിഡ് ഈ ബോട്ടിലിനകത്തുനിന്ന് മേളിലെത്തുന്നതും അവിടെ നിന്ന് സ്പ്രേ ചെയ്യപ്പെടുന്നതും, ഇതിൻ്റെ വർക്കിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിളാണ് പഠിക്കാൻ. ആറ്റോമൈസർ ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്പ്രേ ലിക്വിഡ്സ് ഇൻ ടു സ്മോൾ ഡ്രോപ്ലെറ്റ്സ്. ഇവിടെ നമ്മുടെ ഇതിൻ്റെ അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഈ ഫിഗറിൽ കാണുന്നതാണ്. ഒരു ബോട്ടിലുണ്ട്. ഈ ബോട്ടിലിനൊരു ക്യാപ്പ് ഉണ്ടാവും. ആ ക്യാപ്പ് ഡ്രില്ല് ചെയ്തിട്ട് അതിനകത്തോടെ ഒരു ചെറിയ ക്യാപ്ലറി ട്യൂബ് ബോട്ടിലിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കും. ബോട്ടിലിനകത്തുള്ള ഫ്ലൂയിഡിലാണ് ക്യാപ്ലറി ട്യൂബ് ഡിപ്പ് ചെയ്ത് നിൽക്കുന്നത്. ഇതിൻ്റെ ടോപ്പിൽ ഇതിൻ്റെ ക്യാപ്പിന് മേളിലായിട്ട് ഒരു ചെറിയ വാക്വം പമ്പ് യൂസ് ചെയ്യുന്നുണ്ട്, എയർ പമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എയർ പമ്പിലാണ് നമ്മൾ പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ ട്യൂബിനകത്തൂടെ, ക്യാപ്ലറി ട്യൂബിനകത്തൂടെ ലിക്വിഡ് റൈസ് ചെയ്ത് ടോപ്പിലെത്തുകയും അവിടുന്ന് സ്പ്രേ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഇതെങ്ങനെ സാധിക്കുന്നു
എങ്ങനെയാണ് ലിക്വിഡ് ഈ താഴെ നിന്ന് മേളിലേക്ക് റൈസ് ചെയ്യുന്നത്. കാപ്പിലറി ട്യൂബിലൂടെയാണ് ലിക്വിഡ് റൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ഇത് കാപ്പിലറി റൈസ് മൂലമല്ല സംഭവിക്കുക. കാരണം കാപ്പിലറി റൈസ് മൂലം ലിക്വിഡ് ഹൈറ്റ് ഉയരുന്നത് ചെറിയൊരു ഹൈറ്റ് വരെ ഉയരുകയുള്ളൂ, ടോപ്പ് വരെ എത്തണം എന്നില്ല. അപ്പം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ബെർണോളിസ് തിയറമാണ്. അപ്പോൾ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ കാപ്പിലറി ട്യൂബിൻ്റെ 2 സെക്ഷൻസ്, ട്യൂബിനകത്ത് ഏറ്റവും ബോട്ടം സെക്ഷൻ ബി എന്നും മേളിൽ ഏറ്റവും ടോപ്പിൽ കാപ്പിലറി ട്യൂബിൻ്റെ ടോപ്പ് സെക്ഷനെ സെക്ഷൻ എ എന്നും വിളിക്കാം. ഇപ്പോൾ ബെർണോളിസ് തിയറം അനുസരിച്ച് നമ്മൾ കണ്ടു ടോട്ടൽ എനർജി അറ്റ് സെക്ഷൻ എ ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് സെക്ഷൻ ബി എന്നാണ്. പക്ഷേ ഈ ബോട്ടിലിൻ്റെ ഹൈറ്റ് വളരെ ചെറുതായതുകൊണ്ട് ബിയിലെയും എയിലെയും പൊട്ടൻഷ്യൽ എനർജീസ് ഏകദേശം ഈക്വലായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ടേം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ബാക്കിയുള്ള എനർജീസ്, കൈനറ്റിക് എനർജി പ്ലസ് പ്രഷർ എനർജി അറ്റ് സെക്ഷൻ എ ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പ്രഷർ എനർജി അറ്റ് സെക്ഷൻ ബി എന്ന് എടുക്കുന്നുള്ളൂ. പൊട്ടൻഷ്യൽ എനർജി ടേമും കൂടി ഉണ്ട്. പക്ഷെ രണ്ടിടത്തും ഏകദേശം പൊട്ടൻഷ്യൽ എനർജി ഈക്വലാണ്. ചെറിയ ഹൈറ്റുള്ള ബോട്ടിലുകളൊക്കെ എടുക്കുമ്പോൾ അത് രണ്ടിടത്തും ഈക്വൽ ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു സ്റ്റെപ്പ് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, ഇവിടെയുള്ള എയർ പമ്പ് നമ്മൾ പ്രസ് ചെയ്യുകയാണ്. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ നോസിലിനടുത്തുള്ള എയർ പമ്പിൻ്റെ നോസിലിനടുത്തുള്ള എയർ ഹൈ സ്പീഡിൽ മൂവ് ചെയ്യും. അങ്ങനെ എയർ ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ നോസിലിനടുത്തുള്ള പ്രഷറിൻ്റെ വാല്യൂ പെട്ടെന്ന് കുറയുന്നു. കാരണം ഇവിടെ ബെർണോളിസ് തിയറം അനുസരിച്ച് നമ്മൾ കണ്ടു കൈനറ്റിക് എനർജി പ്ലസ് പ്രഷർ എനർജി ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ്. അപ്പോൾ വെലോസിറ്റി കൂടുമ്പോൾ ആ ഭാഗത്ത് കൈനറ്റിക് എനർജി കൂടുന്നു. കൈനറ്റിക് എനർജി കൂടുമ്പോൾ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താൻ വേണ്ടി പ്രഷർ എനർജി കുറയുന്നു. അപ്പോൾ ഇവിടെ സെക്ഷൻ എയിലുള്ള പ്രഷർ പെട്ടെന്ന് കുറയും. പക്ഷെ ബോട്ടിൽ സെക്ഷൻ ബിയിൽ പ്രഷറിൻ്റെ വാല്യൂവിൽ വ്യത്യാസമില്ല. ഇപ്പം നമ്മൾ സെക്ഷൻ എയും സെക്ഷൻ ബിയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ പ്രഷർ കുറയുന്നു, ഇവിടെ പ്രഷറിന് വ്യത്യാസമില്ല. അപ്പോൾ ഇവിടെ ഹൈ പ്രഷറും സെക്ഷൻ എയിൽ ലോ പ്രഷറും ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്നത് മൂലം ഹൈ പ്രഷറുള്ള ബിയിൽ നിന്ന് ലോ പ്രഷറുള്ള സെക്ഷൻ എയിലേക്ക് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു. ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്ഷൻ ബി ആൻഡ് സെക്ഷൻ എ ആൻഡ് നോട്ട് ഡ്യൂ ടു കാപ്പിലറി റൈസ്. അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുക. അങ്ങനെ പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എയർ ഹൈ സ്പീഡിൽ പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്ത് ലിക്വിഡ് സെക്ഷൻ ബിയിൽ നിന്ന് സെക്ഷൻ എയിലേക്ക് ഫ്ലോ ചെയ്യുന്നു. അത് താഴെ നിന്ന് മേളിലേക്ക് ഒഴുകുന്നു. അങ്ങനെ മേളിലെത്തുന്ന ആ ഒരു ലിക്വിഡ് അവിടെ സ്പ്രേ ചെയ്യപ്പെടുന്ന എയർ മോളിക്യൂൾസിൻ്റെ ഒപ്പം സ്പ്രേ ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് ഈ ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ പ്രിൻസിപ്പിൾ നിങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കുക. ടെക്സ്റ്റിൽ ഇതിൻ്റെ അപ്പാരറ്റസിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ എയറോപ്ലെയിൻ്റെ വർക്കിംഗ്, എയറോപ്ലെയിൻ എങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്യപ്പെടുന്നത്, ഇതും ഒരു പ്രഷർ ഡിഫറൻസ് മൂലമാണ് സംഭവിക്കുക. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി എക്സ്പ്ലെയിൻഡ് യൂസിങ് ബെർണോളിസ് തിയറം. ഇപ്പോൾ ഈ എയറോപ്ലെയിൻസ് റൺവേയിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ, റൺവേയിൽ കൂടി ഹൈ സ്പീഡിൽ ഓടുമ്പോൾ അവയുടെ വിങ്സിൻ്റെ ലോവർ സൈഡും അപ്പർ സൈഡും തമ്മിലൊരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതിന് കാരണം ഇതിൻ്റെ വിങ്സിൻ്റെ ഷേപ്പാണ്. വിങ്സിൻ്റെ ഷേപ്പ് നോക്കിയാൽ നമുക്കറിയാം, ഈ വിങ്സിൻ്റെ അപ്പർ എഡ്ജ് അല്പം കേർവ്ഡാണ് ലോവർ എഡ്ജിനെ അപേക്ഷിച്ച്. ലോവർ എഡ്ജ് അല്പം ഫ്ലാറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്പം കേർവ്ഡൊക്കെ ആയിരിക്കും, എങ്കിലും അപ്പർ എഡ്ജിനെ അപേക്ഷിച്ച് ഫ്ലാറ്റാണ്. അല്ലെ അപ്പർ സർഫസ് കൂടുതൽ കേർവ്ഡാണ് എയറോപ്ലെയിൻ്റെ വിങ്സിന്. അപ്പോൾ ഈ വിങ്സ് എയറോപ്ലെയിൻ റൺവേയിൽ കൂടി ഓടുന്ന സമയത്ത് ഈ വിങ്ങിൻ്റെ ലോവർ സൈഡും അപ്പർ സൈഡും തമ്മിൽ ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു.
ഇപ്പോൾ ഈ എയറോപ്ലെയിൻ റൺവേയിൽ കൂടി ഓടുന്ന സമയത്ത് നമുക്കറിയാം അപ്പർ സർഫസ് ഓഫ് വിങ് കൂടുതൽ കർവ്ഡ് ആയതുകൊണ്ട് അപ്പർ സർഫസിന് മേളിലുള്ള എയർ ഹൈ സ്പീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പം ഇവിടെ എയറിൻ്റെ വെലോസിറ്റി വളരെ ഹൈ ആയിരിക്കും, താഴെ വളരെ ലോയും ആയിരിക്കും. ഇപ്പോൾ വെലോസിറ്റി കൂടുമ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുന്ന പോയിന്റിൽ പ്രഷർ എനർജി കുറയും. ഇപ്പോൾ എയറോപ്ലെയിൻ്റെ വിങ്സിന് മേളിൽ പ്രഷർ എനർജി പെട്ടെന്ന് കുറയുന്നു, കാരണം അവിടെ വെലോസിറ്റി കൂടുന്നതാണ്. സോ kinetic energy at A is greater than kinetic energy at B. Thus, by Bernoulli's theorem, pressure energy at A will be less than pressure energy at B. അപ്പോൾ ഈ ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. താഴെ പ്രഷർ കൂടുതലും മേളിൽ പ്രഷർ കുറവുമാണ്. അതുമൂലം അപ്വേ ഡയറക്ഷനിൽ ഒരു ലിഫ്റ്റിംഗ് ഫോഴ്സ് ഈ പ്രഷർ ഡിഫറൻസ് മൂലം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അത് എയറോപ്ലെയിൻ്റെ വെയ്റ്റിനെ ബാലൻസ് ചെയ്യുകയും അപ്വേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിട്ട് ഒരു നെറ്റ് ഫോഴ്സ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അപ്വേഡ് ഫോഴ്സ് മൂലമാണ് എയറോപ്ലെയിൻ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കൊന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്യാം ഇതിനകത്ത്. ഒരു ഇൻ എ ടെസ്റ്റ് മോഡൽ എയറോപ്ലെയിൻ the flow speeds on the upper and lower surfaces of the wing are 70 meter per second and 63 meter per second എന്ന് തന്നിട്ടുണ്ട്. What is the lift on the wing if its area is 2.5 meter square? Density of air തന്നിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് എയറോപ്ലെയിൻ്റെ വിങ്സിന് താഴെ മേളിലുള്ള വെലോസിറ്റി തന്നിട്ടുണ്ട്. മേളിൽ 17, താഴെ 63 ആണ്. ഈ എയറോപ്ലെയിൻ്റെ വിങ്ങിൽ അനുഭവപ്പെടുന്ന ലിഫ്റ്റ് എത്രയാണ് എന്ന് ചോദിച്ചാൽ ലിഫ്റ്റിംഗ് ഫോഴ്സ് എത്ര എന്നാണ്. അപ്വേ ഡയറക്ഷനിലുള്ള നെറ്റ് ഫോഴ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ നെറ്റ് ഫോഴ്സ് കാണാനായിട്ട് നമുക്ക് ആദ്യം ഈ വിങ്സ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കണം. പ്രഷർ ഡിഫറൻസ് കിട്ടിയാൽ പ്രഷർ ഡിഫറൻസിനെ വിങ്സിൻ്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വിൽ ഗെറ്റ് ദ നെറ്റ് അപ്വേർഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ വിങ്സ്. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് P1 P2 ആണ് മേളിലും താഴെയുള്ള പ്രഷർ എന്ന് വിചാരിക്കുക. അതുപോലെ V1 V2 ആണ് അപ്പർ എഡ്ജിലെയും ലോവർ എഡ്ജിലെയും വെലോസിറ്റീസ്. ബെർണോളിസ് തിയറം അനുസരിച്ച് P1 by rho plus half V1 square equal to P2 by rho plus half V2 square എന്ന് എഴുതാം. ഇവിടെയും നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ടേംസ് ക്യാൻസൽ ചെയ്ത് കളയുന്നു. വിങ്ങിൻ്റെ ഹൈറ്റ് വളരെ ചെറുതായതുകൊണ്ട് താഴെ മേളിലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിയിലുള്ള ചേഞ്ച് നെഗ്ലിജിബിൾ ആണ്. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബാക്കി രണ്ട് ടേംസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാവും ബെർണോളിസ് തിയറം. ഇതിൽ നിന്ന് നമുക്ക് P1 minus P2 by rho അല്ലെങ്കിൽ P2 minus P1 by rho കണ്ടുപിടിക്കാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, ഇപ്പോൾ ഇവിടെ V1 എന്നുള്ള ടൈം ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, P1 അപ്പുറത്തേക്കും കൊണ്ടുപോകുക. സോ വിൽ ഗെറ്റ് ഹാഫ് V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ഇസ് ഈക്വൽ ടു P2 മൈനസ് P1 ഇൻറ്റു റോ. മേളിൽ വെലോസിറ്റി കൂടുമ്പോൾ ഇവിടെ പ്രഷർ കുറയുകയാണ് ചെയ്യുക. ഇപ്പോൾ P1 വിൽ ബി ലെസ് ദാൻ P2. സോ P2 minus P1 is the pressure difference between the lower and upper surface of the wing, and that is equal to half into V1 square minus V2 square. ഇവിടെ റോ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് P2 മൈനസ് P1 കിട്ടും. അതാണ് പ്രഷർ ഡിഫറൻസ്. അപ്പോൾ P2 മൈനസ് P1 ഈക്വൽ ടു ഹാഫ് V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ഇൻറ്റു റോ എന്ന് എഴുതാം. അതിന് ആണ് റോ ഇൻറ്റു V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ബൈ 2 എന്ന് എഴുതിയിരിക്കുന്നത്. ഹാഫിൽ 2 ആണ് ഇവിടെ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത്. ഇനി V1ഉം V2 നമുക്ക് തന്നിട്ടുണ്ട് 17, 63. അതുപോലെ എയറിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 1.3. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വിൽ ഗെറ്റ് ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോവർ ആൻഡ് അപ്പർ സർഫസ് ഓഫ് ദ വിങ് and it is equal to 604.8. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇനി ഈ ഒരു പ്രഷർ ഡിഫറൻസ് മൂലമാണ് എയറോപ്ലെയിൻ ലിഫ്റ്റ് ചെയ്യപ്പെടുക. അപ്പോൾ അതിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് അവിടെ അവൈലബിൾ ആകുന്ന ഫോഴ്സ് കിട്ടാൻ, ലിഫ്റ്റിംഗ് ഫോഴ്സ് കിട്ടാനായിട്ട് പ്രഷർ ഡിഫറൻസിനെ
ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പ്രഷർ ഡിഫറൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ വിങ്സിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ 2.5 മീറ്റർ സ്ക്വയർ എന്നാണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിൽ ആക്ട് ചെയ്യുന്ന ലിഫ്റ്റിംഗ് ഫോഴ്സ് കിട്ടും. അതുപോലെ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം നമ്പർ 42 ആണ്. അതിന് 2 സെക്ഷൻസ് ഉണ്ട്. അതിൽ ഒരു സെക്ഷൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ സെക്ഷൻ ടെക്സ്റ്റിലുണ്ട്. പറ്റുന്നവർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ ഇതാണ്. എ പ്ലെയിൻ ഹാസ് എ മാസ് 3.3 × 10⁵ കിലോഗ്രാം. ഇറ്റ്സ് ടോട്ടൽ വിങ് ഏരിയ ഈസ് 500 മീറ്റർ സ്ക്വയർ. എസ്റ്റിമേറ്റ് ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോവർ ആൻഡ് അപ്പർ സർഫസസ് ഓഫ് ദ വിങ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം ഇവിടെ നമുക്ക് വിങ്സിൻ്റെ താഴെയും മേളിലെയും വെലോസിറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. പ്രഷർ ഡിഫറൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ബെർണോളിസ് തിയറം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വെലോസിറ്റി വാല്യൂസ് ഒക്കെ അറിയാമെങ്കിൽ പ്രഷർ ഡിഫറൻസ് ഇത് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് യൂസ് ചെയ്യുക. നമ്മൾ പറഞ്ഞു വെലോസിറ്റി ഡിഫറൻസ് മൂലം പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്നു. ആ പ്രഷർ ഡിഫറൻസ് ആണ് എയറോപ്ലെയിന് ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രഷർ ഡിഫറൻസ് P1 മൈനസ് P2 അല്ലെങ്കിൽ P2 മൈനസ് P1 അത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ആ പ്രഷർ ഡിഫറൻസ് എന്താ ചെയ്യുന്നതെന്ന് നോക്കുക. പ്രഷർ ഡിഫറൻസ് മൂലം നമുക്കറിയാം ഇവിടെ ഒരു ലിഫ്റ്റിംഗ് ഫോഴ്സ് ഉണ്ടാവുകയാണ് ചെയ്യുക. ആ ലിഫ്റ്റിംഗ് ഫോഴ്സ് എയറോപ്ലെയിനെ ലിഫ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എയറോപ്ലെയിൻ്റെ മാസ് വന്നിട്ടുണ്ട്. എയറോപ്ലെയിൻ്റെ മാസ് വന്നാൽ അതിൻ്റെ വെയിറ്റ് കാണാം. ഈ വെയിറ്റിനെയാണ് ഇവിടെയുള്ള പ്രഷർ ഡിഫറൻസ് ബാലൻസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രഷർ ഡിഫറൻസ് P1 മൈനസ് P2 എന്ന് എടുത്താൽ അത് ആക്ട് ചെയ്യുന്ന വിങ്ങിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രഷർ ഡിഫറൻസ് ഇൻറ്റു ഏരിയ ചെയ്താൽ അതാണ് ഈ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ലിഫ്റ്റിംഗ് ഫോഴ്സ്. ഇനി ആ ലിഫ്റ്റിംഗ് ഫോഴ്സ് ലിഫ്റ്റ് ചെയ്യുന്ന മാസ് തന്നിട്ടുണ്ട്, പ്ലെയിൻ്റെ മാസ്. അത് നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ലിഫ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിന് ഈക്വലോ അതിൽ കൂടുതലോ ആകുമ്പോഴാണ് എയറോപ്ലെയിൻ ലിഫ്റ്റ് ചെയ്യപ്പെടുക. അപ്പോൾ മിനിമം ഇത് ലിഫ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ ലിഫ്റ്റിംഗ് ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കണം? എയറോപ്ലെയിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കണം. ആ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോവുക. പ്ലെയിൻ്റെ മാസ് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലിഫ്റ്റിംഗ് ഫോഴ്സ് നെറ്റ് അപ്വേർഡ് ഫോഴ്സ് P2 മൈനസ് P1 ബൈ ഏരിയ P2 മൈനസ് P1 ഇൻറ്റു ഏരിയ ആണ് വേണ്ടത് കേട്ടോ. പ്രഷർ ഡിഫറൻസ് ഇൻറ്റു ഏരിയ ആണ് ഫോഴ്സ്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ നെറ്റ് അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഡിഫറൻസ് ഇൻറ്റു ഏരിയ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു mg. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇതിൽ നിന്നാണ് നമുക്ക് പ്രഷർ ഡിഫറൻസ് കാണേണ്ടത്. അപ്പോൾ പ്രഷർ ഡിഫറൻസ് കാണാനായിട്ട് P2 മൈനസ് P1 ഇവിടെ നിർത്തിയാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു mg ബൈ a. m തന്നിട്ടുണ്ട് ഇൻറ്റു g ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 500. സോ ദ പ്രഷർ ഡിഫറൻസ് വിൽ ബി ഒബ്റ്റെയിൻഡ് ആസ് 6.468 ഇൻറ്റു 10⁻³ പാസ്കൽ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി ഇതിൻ്റെ ബാക്കി അവിടെ ഒരു സെക്ഷനോടെ കിടപ്പുണ്ട്. അത് പറ്റുന്നവർ മാത്രം ചെയ്ത് നോക്കുക, താല്പര്യമുള്ളവർ. പിന്നെ പ്രോബ്ലം നമ്പർ 43 നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അത് നമ്മളിപ്പോൾ ചെയ്ത ഈ 42നോട് സിമിലർ ആണ്. പക്ഷെ അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എയറോപ്ലെയിൻ്റെ മാസാണ്. നമ്മൾ ഈ പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ പ്രോബ്ലം നിങ്ങൾ ഒരു ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. പ്രോബ്ലം നമ്പർ 43. ഇനി ഒരു ആപ്ലിക്കേഷനോടെ നമുക്ക് പറയാം. അടുത്തത് മാഗ്നസ് എഫക്റ്റ് അല്ലെങ്കിൽ സ്വിംഗ് ബൗളിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ക്രിക്കറ്റൊക്കെ
കളിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഫിനോമിനനാണ് മാഗ്നസ് എഫക്റ്റ് എന്നുള്ളത്. നമുക്ക് ഒരു ബോൾ നമ്മൾ വെറുതെ മുന്നോട്ട് എറിയുമ്പോൾ അത് ഹൈ വെലോസിറ്റിയോടെ മുന്നോട്ട് പോകുമ്പോൾ ബോൾ പോകുന്ന അത്രയും പോർഷനിലുള്ള എയർ ബാക്കിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ബോൾ നേരെ നമ്മൾ എറിയുകയാണെങ്കിൽ, മുന്നോട്ട് ഒരു വെലോസിറ്റിയോടെ എറിയുകയാണെങ്കിൽ ഇതിന് ചുറ്റുമുള്ള എയർ ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പർ സൈഡിലും ലോവർ സൈഡിലും ഉള്ള എയർ ഒരേ സമയം ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഒരേപോലെ ആയിരിക്കും ആ ഡിഫ്ലക്ഷൻ, ബാക്കിലേക്കായിരിക്കും എയർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ എയറിൻ്റെ ഒരു പാത്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഒരു ബോൾ നമ്മളിങ്ങനെ സ്പിൻ ചെയ്യുകയെന്ന് വിചാരിക്കുക, ഇങ്ങനെ ചുറ്റിക്കുകയാണെങ്കിൽ അങ്ങനെ സ്പിൻ ചെയ്യുന്ന സമയത്ത് ഇതിന് ചുറ്റുമുള്ള എയറും ആ ഒരു സർക്കുലർ പാത്തിൽ ഇതിന് റൗണ്ടായിട്ട് സ്പിൻ ചെയ്യും. ഇനി ഈ രണ്ട് കേസും കൂടെ, അതായത് നമ്മൾ ഈ ബോളിനെ ഒന്ന് സ്പിൻ ചെയ്യിച്ചുകൊണ്ട് മുന്നോട്ട് എറിയുകയാണെങ്കിൽ, മുന്നോട്ട് എറിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എയർ രണ്ട് സൈഡിലും ബാക്കിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ സ്പിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എയർ ചുറ്റും സ്പിൻ ചെയ്തുകൊണ്ടിരിക്കും, കറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പം സ്പിൻ ചെയ്തുകൊണ്ട് ഫോർവേഡ് ഡയറക്ഷനിൽ എറിയുമ്പോൾ എയറിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇത് രണ്ട് മൂലവും ഉണ്ടാകും. അപ്പോൾ ഈ ബോളിൻ്റെ അപ്പർ സൈഡിൽ ഇവ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. അതായത് ബോൾ പോകുമ്പോൾ ഉള്ളത് ബാക്കിലേക്കും സ്പിൻ ചെയ്യുമ്പോൾ ഉള്ളത് ഫ്രണ്ടിലേക്കുമായിട്ട് വരും. അപ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് അല്പം ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ഒരു കേസിൽ എയറിൻ്റെ ബാക്ക്വേർഡ് മോഷൻ ഇതിൻ്റെ അപ്പർ പോർഷനിൽ കുറവായിരിക്കും. പക്ഷെ താഴെ ഡൗൺവേർഡ് പോർഷനിൽ ഈ സ്പിന്നിങ് മൂലവും എയർ ബാക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് താഴെയുള്ള എയർ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി എഫക്റ്റ് വരും. അതുമൂലം അവിടെ വെലോസിറ്റി വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ ബോളിൻ്റെ അപ്പർ പോർഷനും ലോവർ പോർഷനോട് നമ്മൾ കൺസിഡർ ചെയ്താൽ ബോൾ സ്പിൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഫോർവേഡ് ഡയറക്ഷനിൽ സ്പിൻ ചെയ്തുകൊണ്ട് എറിയുകയാണെങ്കിൽ താഴെയുള്ള എയറിൻ്റെ വെലോസിറ്റി കൂടുതലും മേളിലെ എയറിന് വെലോസിറ്റി കുറവുമായിരിക്കും. ബെർണോളിസ് തിയറം അനുസരിച്ച് വെലോസിറ്റി കൂടുതലുള്ളിടത്ത് പ്രഷർ കുറവായിരിക്കും. അപ്പോൾ മേളിൽ പ്രഷർ കൂടുതലും താഴെ പ്രഷർ കുറവും അനുഭവപ്പെടും. അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസ് മൂലം ഈ ബോളിൽ താഴേക്കൊരു ഫോഴ്സ് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ സ്പിൻ ചെയ്യാതെ ഒരു ബോൾ എറിയുകയാണെങ്കിൽ അത് ഇങ്ങനെ നേരെ പോയി, പക്ഷെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉള്ളതുകൊണ്ട് അല്പം പിന്നീട് കേർവ്ഡായിട്ട് പരാബോളിക്കായിട്ട് വരും. പക്ഷെ കുറച്ചുകൂടെ ദൂരെ ചെന്നിട്ട് അത് കേർവ്ഡായിട്ട് താഴേക്ക് വരികയുള്ളൂ. ഇനി ഒരു സ്പിന്നിങ്ങൂടെ കൊടുക്കുകയാണെങ്കിൽ, സ്പിൻ കൊടുത്തുകൊണ്ട് നേരെ എറിയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലുള്ള ഒരു പ്രഷർ ഡിഫറൻസ് മൂലം, അതായത് മേളിൽ പ്രഷർ കൂടുതലും താഴെ പ്രഷർ കുറവും അനുഭവപ്പെടുകയും അതുമൂലം താഴേക്കൊരു ഫോഴ്സ് ഈ ബോളിൽ എക്സേർട്ട് ചെയ്യപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് ഈ പാത്ത് കുറച്ചുകൂടി കേർവ്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ സ്പിന്നിങ് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നിട്ടേ ആ ബോള് വീഴുകയുണ്ടായിരുന്നുള്ളൂ. സ്പിന്നിങ് കൂടി വരുമ്പോൾ അത് കുറച്ചുകൂടി നേരത്തെ തന്നെ കേർവ്ഡായിട്ട് നിലത്ത് എത്തുന്നു. ഈ ഒരു എഫക്റ്റ്, അതിനെയാണ് നമ്മൾ സ്പിന്നിങ് എഫക്റ്റ് അല്ലെങ്കിൽ മാഗ്നസ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇത് നമുക്ക് ബെർണോളിസ് തിയറം ഉപയോഗിച്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ബെർണോളിസ് തിയറം അനുസരിച്ച് ഇതിൻ്റെ രണ്ട് സെക്ഷൻസ്, ബോളിൻ്റെ താഴെ മേളിൽ സെക്ഷൻ എ എന്നും താഴെ സെക്ഷൻ ബി എന്നും എടുക്കാം. അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം, കൈനറ്റിക് എനർജി പ്ലസ് പ്രഷർ എനർജി അറ്റ് സെക്ഷൻ എ വിൽ ബി ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പ്രഷർ എനർജി അറ്റ് സെക്ഷൻ ബി. ഇവിടെ നമ്മൾ കണ്ടു സ്പിൻ ബൗൾ ചെയ്യുമ്പോൾ സെക്ഷൻ എയിൽ, അതായത് ബോളിൻ്റെ അപ്പർ സൈഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ എയർ കറൻറ്റ് വരുന്നത് മൂലം ഇവിടെ സ്പീഡ് കുറയുന്നു. സ്പീഡ് കുറയുമ്പോൾ അവിടെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പം എയർ എബവ് ദ ബോൾ ഫ്ലോസ് വിത്ത് ലെസ് വെലോസിറ്റി ദാൻ ദ വെലോസിറ്റി ബിലോ ദ ബോൾ. So we can say kinetic energy at B is greater than kinetic energy at A. ബിയിൽ വെലോസിറ്റി കൂടുതലായതുകൊണ്ട് അവിടെ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. ഇപ്പോൾ ബെർണോളിസ് തിയറം അനുസരിച്ച് പ്രഷർ എനർജി അറ്റ് എ വിൽ ബി ഗ്രേറ്റർ ദാൻ പ്രഷർ എനർജി അറ്റ് ബി. സോ എ നെറ്റ് ഫോഴ്സ് ആക്ട് ഓൺ ദ ബോൾ ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ ഡ്യൂ ടു ദിസ് പ്രഷർ ഡിഫറൻസ്
ആൻഡ് ദ പാത്ത് ഓഫ് ദ ബോൾ ബിക്കംസ് മോർ കർവ്ഡ്. ഇതാണ് ഇത് കൂടുതൽ കർവ്ഡ് ആയിട്ട് വരുന്നതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ 3 ആപ്ലിക്കേഷൻസ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബെർണോള്ളിസ് തിയറത്തിൻ്റെ പ്രൂഫും സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ പഠിക്കണം, അതിൻ്റെ ആപ്ലിക്കേഷൻസും പഠിക്കണം. താങ്ക് യു.